ഹലോ ഗൈസ്, എല്ലാവരും എന്നെ മറന്നു കാണുമല്ലേ? കുറേ നാളായി ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് ഒരു ചെറിയൊരു കുഞ്ഞു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ഇനി വ്ളോഗുകളിലേക്കൊക്കെ തിരിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. മോനെ കോളേജിൽ കൊണ്ടുവിടാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലാക്കുന്ന സമയത്ത് ഞാൻ കുറേ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക്, അടുക്കളയിൽ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ അരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ. ഈ ഗ്ലാസ് കണ്ടോ, ഞാൻ അരി അളക്കുന്ന ഗ്ലാസ്സാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നാഴി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ തലമുറയ്ക്ക് നാഴി എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ലായിരിക്കും. പക്ഷേ പണ്ടുള്ളവർക്കൊക്കെ അറിയാം. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാഴി. പക്ഷേ ഇപ്പം എനിക്കൊന്നും കിട്ടാനില്ലെന്ന് തോന്നുന്നു. പക്ഷേ നാഴിക്ക് വരെ ഇപ്പം ഗ്ലാസ്സുകളൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ ഗ്ലാസ്, കപ്പ് അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ അരി ഇളക്കുന്ന ഗ്ലാസ്സാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ തലമുറയിൽ നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന, എല്ലാം പണ്ടത്തെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണല്ലേ, ഒരു മെമ്മറി അല്ലേ. അങ്ങനെ അടുക്കള അംഗം തുടങ്ങിയാണ്. രാവിലെ തന്നെ കറി വെക്കാനുള്ള പുറപ്പാടാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാട്ടോ മീൻ കിട്ടാനൊക്കെ. നാട്ടിൻപുറമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഒരുവിധപ്പെട്ട മീനുകളൊന്നും ഞാൻ കഴിക്കത്തുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം അയില, മത്തി, അങ്ങനെ ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ. പക്ഷെ ഇവിടെ കൊണ്ടുവരുന്ന മീനുകളൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മീനുകളാണ്. പിന്നെ കുറേ സമയം ഇങ്ങനെ മീൻ നോക്കി നിന്ന് ആകെപ്പാട് പിന്നെ അന്ന് മീൻകറി ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചമ്മന്തി അരച്ചോ തോരൻ വെച്ചൊക്കെ കഴിയേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഇന്ന് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് കൊച്ചിനെ കൊണ്ടുവിട്ട് ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ബീഫ് ഒക്കെ വിൽക്കുന്ന കടയുണ്ട് കേട്ടോ, ആ ബസ് സ്റ്റോപ്പിന് അടുത്ത് തന്നെ. അങ്ങനെ അവിടുന്ന് ഞാൻ 1 കിലോ ബീഫൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ ഇന്ന് പണി എളുപ്പമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ എനിക്കൊന്ന് കറി വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. ഇന്ന് എന്ത് കറി വെക്കും എന്നുള്ള ഒരു കൺഫ്യൂഷന് കുറേയധികം സമയം വീട്ടമ്മമാരുടെ പോകുമല്ലേ. അപ്പം അങ്ങനെ ഇന്ന് സമയം കളയേണ്ടെന്ന് കരുതി അവിടുന്ന് തന്നെ ഞാൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ രാവിലെ കറി വെച്ചിട്ട് വേണം. കുറേ പരിപാടി പുറത്തുണ്ട് കേട്ടോ. കുറച്ച് പച്ചക്കറിയും ഒക്കെ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് വെച്ചതെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കുരുമുളക്, കാന്താരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചായിരുന്നു. കുരുമുളകൊക്കെ നല്ലതുപോലെ പിടിച്ചു. ഒരു റൗണ്ട് ഞാൻ കുരുമുളക് പിച്ചിയെടുത്തു. എന്നാൽ അതുപോലെ തന്നെ കാന്താരി വേണ്ട നിറച്ചും കാന്താരി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തുരുത്ത് വരുന്നതേ ഉള്ളൂ. ആദ്യം ഒരു റൗണ്ട് ഞാൻ കാന്താരിയൊക്കെ പിച്ചിയെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത കൊല്ലമെല്ലാം പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ കുരുമുളകാണ് കേട്ടോ. നമ്മൾ കുരുമുളക് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. നല്ലതുപോലെ കുരുമുളക് പിടിച്ചു. അപ്പോൾ ആദ്യം പിടിച്ചൊക്കെ കുരുമുളക് ഞാനെല്ലാം പിച്ചിയെടുത്തു. വീട്ടിലിങ്ങനെ എന്തെങ്കിലും മീൻ പറ്റിക്കോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പച്ചക്കുരുമുളക് അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ കറിക്കൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഇനി ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിതൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. മണ്ണിങ്ങനെ തറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഇത് കായ്ഫലം ഉണ്ടാകാനൊക്കെ കുറച്ച് താമസമാണ്. അപ്പോൾ നന്നായിട്ട് മണ്ണ് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് ഈ കൃഷിയും കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല കേട്ടോ. മറ്റുള്ളവർ പറഞ്ഞു തരുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് എനിക്ക് അത്ര വലിയ ഇതില്ല. ഇഷ്ടമാണ്, ഒരുപാട് പച്ചക്കറികൾ, ചെടികളൊക്കെ വേണമെന്ന് ഇഷ്ടമാണ്. ശരിക്കും ഇപ്പോഴാണ് ഇതിനുള്ള ടൈമൊക്കെ കിട്ടിയത്. അപ്പോഴേ ഞാൻ കുറച്ച് ചെടി വാങ്ങിച്ചതല്ല, ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ച് തൈ അങ്ങോട്ട് ആവട്ടെ എന്ന് കരുതിയിട്ട് പുറത്ത് തന്നെ വെച്ചേക്കായിരുന്നു. നമുക്ക് അകത്ത് വെക്കാൻ പറ്റിയ നല്ല ചെടികളാണ് കേട്ടോ. അപ്പോൾ ചെടിച്ചട്ടിയും ഞാൻ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി വെക്കുന്ന പരിപാടിയാണ് കേട്ടോ രാവിലെ. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ചെടി. നമ്മൾ വീടിനകത്തൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇങ്ങനെ വീടിനകത്ത് ചെടി വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആകെ ഒരു മൂട് കൊണ്ടുവന്നേ കുറേ മൂട് കിട്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ചെടിച്ചട്ടിയിൽ എനിക്ക് വെക്കാനായിട്ട് കിട്ടിയത്. ഒരെണ്ണം ഞാൻ അടുക്കളയിൽ തന്നെ സെറ്റ് ചെയ്തു, ഒരെണ്ണം ഞാൻ ഹോളിൽ TV യൂണിറ്റിൻ്റെ അവിടെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും